ഇത് റുട്ടാബാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇപ്പം മെയിനായിട്ട് അത് കാനഡ, US, നോർത്തേൺ യൂറോപ്പ് അവിടെയൊക്കെ കൃഷി ചെയ്യുന്ന സാധനമാണ്. ഇന്ത്യയിലത് ആ ഹിമാലയൻ ഏരിയകളിലൊക്കെ ഉത്തരാഖണ്ഡ് ആ ഭാഗത്തൊക്കെ അവിടെയും ചെയ്യുന്നുണ്ട് കൃഷി. അപ്പോൾ ഇതിന് സ്വീഡിഷ് ടർണിപ്പ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി മൊത്തത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാബേജ് ആൻഡ് ടർണിപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ രണ്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ക്രൂസിഫറസ് വെജിറ്റബിളിൽ ആണ് പെടുത്തിയിരിക്കുന്നത്. പിന്നെ കൂടുതലും വെള്ളം ഉള്ളതാണ്, ജലാംശം ഉള്ളതാണ്. 9 ഗ്രാം ഫൈബർ ഉണ്ട്. 9 ഗ്രാം അടുത്തിൻ്റെ അടുത്ത് ഫൈബർ ഉണ്ടാവും. പിന്നെ പൊട്ടാഷ്യം, വിറ്റാമിൻ സി, മഗ്നീഷ്യം, കാൽഷ്യം, ഫോലിക് ആസിഡ് എന്നതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റൽ സോഴ്സാണ്. പിന്നെ ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുട്ടൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിൻ്റെ അത്. അത് നമ്മുടെ കണ്ണിന് നല്ലതാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാക്കുലർ ഡീജനറേഷനിൽ നമുക്ക് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഡയറ്ററി കരാറ്റനോയിഡാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിത് വെറുതെ പറഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ റിസർച്ച് പേപ്പർ, പിയർ റിവ്യൂഡ് പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലുട്ടൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇത് ഹൈ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസിനോലേറ്റ്സ് എന്ന സാധനം ഉണ്ടെന്ന് പറയുന്നത്. ആ ഘടകം ഉണ്ടെങ്കിൽ, ആ ഫൈറ്റോ കെമിക്കൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ സ്ലീപ്പിനെ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. സ്ലീപ്പ്, ഹങ്കർ റെഗുലേഷൻ, മൂഡ്. അപ്പം അതിന് സഹായിക്കുന്ന ഘടകങ്ങളായ ട്രിപ്റ്റോഫാൻ, മെലാറ്റോണിൻ, സെറോട്ടോണിൻ എന്നിവയൊക്കെ അതിൻ്റെ അകത്തുണ്ടെന്ന് പറയുന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ റൂട്ടബാഗ കട്ട് ചെയ്യാൻ പോണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെയും ഇങ്ങനെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സിലിണ്ടറിക്കലായിട്ട് റിങ് പോലെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തൊലി ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കട്ടിങ് ഇത്തിരി ബലം വേണം കട്ട് ചെയ്യാൻ. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പിന്നെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ റൂട്ടബാഗ കട്ട് ചെയ്ത് ഇങ്ങനെ ഈ സെമി സർക്കുലർ ഫോമിൽ ഇങ്ങനെ റിങ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തൊലി ചെത്തിക്കളയാൻ. പിന്നെ ഇതിൽ പുതുമായിട്ട് തോന്നിയത് കട്ട് ചെയ്യാൻ ഇത്തിരി ഫോഴ്സ് കൊടുക്കേണ്ടി വന്നു. കട്ടിയുള്ള സാധനമാണ് അത്. പിന്നെ അടുത്തത് നമ്മളിത് തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണമൊക്കെ എടുക്കുക. അപ്പം നമ്മുടെ റൂട്ടബാഗ നമ്മൾ കട്ട് ചെയ്ത് ഇത് ഈ പരുവത്തിലാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയുണ്ട്, മുറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്യാബേജിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത റൂട്ടബാഗ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാരിനേഷന് നമ്മൾ ഉപ്പ്, പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ അവോക്കാഡോ ഓയിലിൽ, നമ്മുടെ വെണ്ണപ്പഴത്തിൻ്റെ എണ്ണയുടെ ഓയിലിൽ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവോക്കാഡോ ഓയിൽ. പിന്നെ സ്മോക്ക് പോയിൻ്റ് ഹൈ ആണെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ 550 ഫാരൻഹീറ്റ് അത്രയും കണ്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് മെയ്ഡ് ഇൻ മെക്സിക്കോ ആണ്. ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് സൗട്ട് ഗ്രില്ല് ബേക്ക് റോസ്റ്റ് ഫ്രൈ.
അപ്പോൾ ഹൈ സ്മോക്ക് പോയിൻ്റ് ഉള്ളതാണ്. പിന്നെ ഇതാണ് അറിയപ്പെടുന്ന ബ്രാൻഡ് ഇവിടെ പുറത്തൊക്കെ. ഇത് മെക്സിക്കോ എന്ന് പറയുന്നതാണ്. ഇത് നോൺ GMO ആണ്. പിന്നെ പിന്നെ ഗ്ലൈഫോസൈറ്റ് റെസിഡ്യൂ ഫ്രീ. ഇപ്പോൾ പുതിയൊരു സംഭവമാണ്. പുതിയല്ല, പണ്ടമേലുണ്ട്. ഗോതമ്പിലൊക്കെ അതുണ്ടെന്ന് പറഞ്ഞ് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റുട്ടഭാഗ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ്, പക്ഷേ ഇത്തിരി കുറച്ചും കൂടി ചെറിയൊരു തിക്നെസ് ഉണ്ട്. കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.